പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ്, കർത്താവെ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം, അതിശയകരമായി നടത്തിയതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഒക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ മനോഹരമായ ആമേൻ 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 കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ച് രാത്രി നല്ല ഉറക്കം തന്നില്ലേ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഞാൻ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവെ, രാത്രി നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്ക് കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം. അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ ഓർക്കുമ്പോൾ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു, എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, 9-ാം സങ്കീർത്തനത്തിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കും. ഈ പ്രഭാതത്തിൽ നമുക്കും ആ നല്ല നാമത്തെ ഉയർത്താം. യേശു എന്ന നാമം എത്ര മനോഹരമായ നാമം, അത്ഭുതകരമായ നാമം. ഈ പ്രഭാതത്തിൽ ആ നാമത്തെ ഒന്ന് ഉയർത്തിക്കുക. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ആ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ രോഗങ്ങളും സൗഖ്യമാകും. ആ നാമം സകല നാമത്തിലും മേലായ നാമം. ഞങ്ങൾ ആ നാമത്തെ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. യേശു എന്ന നാമത്തെ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. യേശു എന്ന നാമത്തെ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. ആമേൻ. സകല നാമത്തിലും മേലായ യേശുവിൻ്റെ നാമത്തിനായി നന്ദി. അപ്പോൾ നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർ ആയിരിക്കുന്ന അവസ്ഥകൾ അങ്ങയുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുമാറട്ടെ. ആമേൻ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. ശിരസ്സു മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയാൽ നിറയട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബാഹ്യ അവയവങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അവർക്ക് പുതിയ കിഡ്നികൾ ഉണ്ടാകട്ടെ. ആ നിർജീവമായി പോയ കിഡ്നികൾ വീണ്ടും പ്രവർത്തിക്കട്ടെ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ഇടവരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലും മറ്റു പലയിടങ്ങളിലായി കർത്താവ് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് ജോലി ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ മെക്കാനിക്കൽ ലൈഫ് നടത്തുന്നവരുണ്ട്. ആമേൻ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകട്ടെ. കർത്താവ് അവരെ കരുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം.
പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ മേൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആമേൻ. ഈ പുതിയ മാസം ന്യൂ ബിഗിനിങ്സിൻ്റെ മാസമാണ്. നിശ്ചയമായിട്ടും പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ. അത് നിശ്ചയമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരും, സമാധാനത്തെ കൊണ്ടുവരും, വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് നിശ്ചയമായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ നിങ്ങൾക്കായിട്ട് ചെയ്യും. സ്തോത്രം. ഇന്ന് സങ്കീർത്തനം 46 1 വാക്യം നമുക്ക് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഹല്ലേലൂയ. ഓരോ പ്രഭാതം തുടങ്ങുമ്പോഴും നമ്മുടെ മുമ്പിൽ പലപ്പോഴും പല കാര്യങ്ങൾ മനസ്സിൽ വരും, പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഇന്ന് അതെങ്ങനെ ചെയ്യും, ഇത് എങ്ങനെ ആയിരിക്കും, എന്തൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്, പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും, പലതരത്തിലുള്ള ചലഞ്ചസുകളെ നമ്മൾ ഫേസ് ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദൈവ പൈതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന് ഒരു ഉറപ്പുണ്ട്, ഞാൻ തനിച്ചല്ല ഇതൊന്നും ചെയ്യാൻ പോകുന്നത്. ആമേൻ. കർത്താവിൻ്റെ അടുക്കുന്ന അകന്നല്ല നിൽക്കുന്നത്. കർത്താവിൻ്റെ സങ്കേതവും കർത്താവിൻ്റെ ബലവും എൻ്റെ സുരക്ഷിത സ്ഥാനവും കർത്താവാകുന്നു. കർത്താവിൻ്റെ ശക്തിയാകുന്നു. കർത്താവാകുന്നു എന്നിലൂടെ എല്ലാം ചെയ്യുന്നത്. എൻ്റെ ശക്തി കുറഞ്ഞു പോകുമ്പോൾ കർത്താവ് എനിക്ക് ശക്തി തരും. പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കും. അവൻ ദൂരെ അല്ല, അവൻ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. ആമേൻ. എത്ര വലിയ പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിന് പുറത്തും ജീവിതത്തിന് അകത്തും നമ്മൾ നേരിടുന്നത് എന്ത് തന്നെയാണെങ്കിലും ഏത് പ്രശ്നത്തെക്കാളും അടുത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അകത്ത് നേരിടുന്ന പ്രശ്നമാണെങ്കിലും പുറത്ത് നേരിടുന്ന പ്രശ്നമാണെങ്കിലും പ്രശ്നത്തെക്കാളും അധികമായി അടുത്ത് നമുക്ക് നമ്മുടെ കർത്താവ് ഉള്ളതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ജീവിതമായിരിക്കും കർത്താവിൻ്റെ കൂടെ ഉള്ള ജീവിതമെന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രശ്നമുള്ള ജീവിതമാണെങ്കിലും കർത്താവിൻ്റെ പ്രസൻസാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ മേൽ നമുക്ക് തരുന്ന ജയം. അതാണ് കർത്താവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഭ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഇന്ന് പ്രഭാതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളെ നമ്മൾ നേരിടുന്നെങ്കിലും ചലഞ്ചസുകൾ എത്ര വലുതാണെങ്കിലും തളരേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും അവൻ ഒന്നിച്ച് പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിന് നേരെ കാറ്റടിച്ചു, വെള്ളം പടകിനകത്ത് കയറി. നോക്കുകയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ വിചാരിച്ചു അവർ മരിച്ചു പോകുമെന്ന്. എന്നാൽ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരെ വിടുവിപ്പാൻ. അതുപോലെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ പോയാലും അവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് പ്രശ്നത്തെയും ഓവർകം ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ കഴിയും. ഏത് പ്രയാസത്തിലും നമുക്ക് ജയാളികളായി മാറുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവൻ ഉറപ്പിക്കുക, ദൈവം എൻ്റെ സങ്കേതമാകുന്നു. കരമുയർത്തി പറ, യേശു എൻ്റെ സങ്കേതവും യേശു എൻ്റെ ബലവുമാകുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, യേശു എൻ്റെ സങ്കേതവും യേശു എൻ്റെ ബലവുമാകുന്നു. അടുത്ത വാക്ക് പറയുന്നത് കഷ്ടങ്ങളിൽ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുടെ നടുവിൽ, ചലഞ്ചസുകളുടെ മുമ്പിൽ കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ ലോകത്തിലെ തുണകളെല്ലാം മാറിപ്പോകുമ്പോൾ, ഈ ലോകത്തിലെ സഹായങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് സഹായകനായി നിൽക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. കർത്താവിന് ആമേൻ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൈവിട്ടെന്നിരിക്കാം, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കൈവിട്ടെന്നിരിക്കാം, നമ്മുടെ കൂടെ നടന്നവരൊക്കെ കൈവിട്ടെന്നിരിക്കാം. പക്ഷേ കർത്താവിന് നമ്മളെ കൈവിടാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിച്ചതാണ്, തൻ്റെ മക്കളാക്കി തീർത്ത, നമ്മൾ ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറി. അതുകൊണ്ട് കർത്താവിന് നമ്മളെ ഇനി സഹായിക്കാൻ കഴിയാതിരിക്കത്തില്ല. അത് എന്താ കാരണം? ആമേൻ. നമ്മുടെ ഏറ്റവും വലിയ സഹായമെന്ന് പറയുന്ന കർത്താവ്. എത്ര വലിയ തിരമാലകളാണെങ്കിലും എത്ര വലിയ കാറ്റുകളാണെങ്കിലും നമുക്ക് ആശ്രയിക്കുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമായി മാറി, ദൈവിക കുടുംബാംഗങ്ങളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ആമേൻ. കർത്താവിൽ നമ്മൾ
ആരായിത്തീർന്നു? നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുക. അവൻ സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീർന്നിരിക്കുക. അതുകൊണ്ട് ആ കുടുംബത്തിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് കർത്താവിന് നമ്മളെ സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് എന്നോട് ചേർന്ന് പറഞ്ഞ്, ഞാൻ തനിച്ചല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പറഞ്ഞ്, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഞാൻ ശക്തനാകുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നോട് ചേർന്ന് പറഞ്ഞ്, ഒരു പ്രശ്നത്തിനും എന്നെ കുലുക്കി കളയാൻ കഴിയത്തില്ല. കാരണം കർത്താവ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയുമാകുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ 1, 2, 3 പേർ കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും ഈ പ്രഭാതത്തിലൊന്ന് ബലപ്പെടട്ടെ കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.